ഉണക്കമീൻ എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. പണ്ടൊരു ഉണക്കമീനിന്റെ വീഡിയോ വൈറലായ ശേഷം വീട്ടിൽ അച്ഛൻ അങ്ങനെ പുറത്തുനിന്ന് ഉണക്കമീൻ മേടിക്കാൻ സമ്മതിക്കത്തില്ല. ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേമ്പനാട്ട് കായലിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്. ലേക്ക് കനോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഇതുവരെ അതിന്റെ അകത്ത് കയറിയിട്ടൊന്നും ഇല്ല. വേലിയേറ്റ സമയമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രീതിക്ക് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും, അതായത് ഞാനും എന്റെ അനിയത്തിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിൽ ഒരു ചെറിയ പേടി വന്നതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. അതുവഴി നേരെ വീട്ടിലേക്ക് പോന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഈ ചിണുക്ക് സാധനം ഉണ്ടല്ലോ, ആള് മുറ്റ് സാധനമാണ് കേട്ടോ. അനിയത്തി ലീവിന് വന്നതായിരുന്നു പഠിക്കുന്നിടത്ത് നിന്ന്. അവള് പോകാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് നമ്മുടെ കയ്യിൽ ഈ ഗിഫ്റ്റ് എത്തപ്പെടുന്നത്. അങ്ങനെ നമ്മളൊരു ക്യൂരിയോസിറ്റി മൂത്ത് അത് തുറന്നു നോക്കുകയാണ്. നൈസ് പാക്കിംഗ് ആയിരുന്നു കേട്ടോ. AM ക്രാഫ്റ്റ് ആലപ്പി എന്ന് പറയുന്ന പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അക്കൗണ്ട് താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാവേ. 2 മിനി ഫോട്ടോ ഫ്രെയിമും പിന്നെ പോളറോയിഡ്സ് ആയിരുന്നു കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരാവേ. കാരണം ഒരുപാട് പോളറോയിഡ്സ് കയ്യിൽ ഇരിപ്പുണ്ട്. സത്യത്തിൽ ഇതിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് വന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു. എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് അല്ല, കാരണം ഓൾറെഡി മുന്നേ ഒരു തവണ തന്നിട്ട് പിന്നെ പറയാതെ തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. പേഴ്സ്, ഫോട്ടോ ഫ്രെയിംസ്, കീ ചെയിൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.